നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് മാസ്റ്റർക്യാം 2019 ടൂൾപാത്തിൽ 2D ടൂൾപാത്തിൽ സ്ലോട്ട് എന്ന് പറയുന്നൊരു ഓപ്പറേഷനാണ്. ഇവിടെ നമുക്ക് 2D ടൂൾപാത്ത് ഉണ്ട്. നമ്മൾ ഓൾറെഡി കുറേയധികം ടൂൾപാത്തുകൾ കോണ്ടൂർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പീൽ മില്ല്, പോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് ഒരു ചെക്ക് ചെയ്യുക. ഇതൊരു സ്ലോട്ട് മില്ലിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ലോട്ട് മില്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മില്ല് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഏത് മെത്തേഡാണ് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ടൈം കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ്. നമുക്ക് ഈ ഒരു സ്ലോട്ടാണ്, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏരിയ മില്ലിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ടൈം നമുക്ക് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുവേണ്ടി സ്പെസിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനുവേണ്ടി മാത്രം പർട്ടിക്കുലർ ആയിട്ടൊരു ടൂൾ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കാൻ. അപ്പോൾ അതാണ് നമ്മളുടെ ഇതിനകത്ത് സ്ലോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അത് ഞാനിവിടെ സ്ലോട്ട് മില്ല് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്ലോട്ട് ചെയ്യേണ്ട ഏരിയ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിതാണ് സ്ലോട്ടിങ് ഏരിയ, ഞാനത് കൊടുത്തു, ഓക്കെ കൊടുക്കുക. അതിനകത്ത് അടുത്ത് വരുന്ന സ്ലോട്ട് മില്ലിൻ്റെ ടൂൾ പാത്തിൻ്റെ പാരാമീറ്റർ സൈഡുകൾ വരികയാണ്. ഇവിടെ ഓൾറെഡി ജോമെട്രി ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് അൺസെലക്ട് ചെയ്തിട്ട് പുതിയത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ ഓൾറെഡി നമ്മൾ സ്ലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ടൂൾ പാത്ത് ടൈപ്പിലേക്ക് നമുക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. നേരെ ടൂളിലേക്ക് വരിക. നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന സ്ലോട്ടിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടുള്ളൊരു ടൂള് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 6ൻ്റെ എൻഡ് മില്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഹോൾഡറിലേക്ക് നമ്മൾ പോകുന്നില്ല, കട്ട് പാരാമീറ്ററിലേക്ക് വരികയാണ്. കട്ട് പാരാമീറ്ററിൽ ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഇത് കമ്പ്യൂട്ടർ എന്ന് കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് മെഷീൻ തന്നെത്താനെ അത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെത്താനെ അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓടേണ്ടതെന്നുള്ളത് മെഷീൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആയിരിക്കും. ദെൻ ഇവിടെ സ്റ്റോക്ക് വാളും ഫ്ലോറും നമുക്ക് കൊടുക്കാം. നമുക്കിവിടെ ഓൾറെഡി ഫ്ലോർ ഉള്ളതാണ്, അതുകൊണ്ട് ഫ്ലോറിനും വാളിനും നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 0.2 രണ്ടിനകത്തും കൊടുക്കുകയാണ്, ഫ്ലോർ സ്റ്റോക്ക് കൊടുക്കുന്നു, വേണമെങ്കിൽ കൊടുക്കുക. ഇനി റഫും ഫിനിഷും എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ റഫ് ആംഗിൾ, അതായത് ടൂൾ എങ്ങനെ ചെരിഞ്ഞാണ് ഇറങ്ങേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ റാമ്പ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 3 mm ആംഗിളിൽ നമ്മൾ കൊടുക്കുന്ന ഡെപ്തിലേക്ക് ചെരിഞ്ഞിറങ്ങും. ഓക്കെ, നമ്പർ ഓഫ് ഫിനിഷിംഗ് പാസും സ്പേസിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് പാരാമീറ്ററിൽ ഇവിടെ വാൾ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട്. അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ പോയിൻറ്റ് ഫ്ലോറിലും വാളിലെയും നിർത്തിക്കൊണ്ട് തന്നെ ഒരു ഫിനിഷിംഗ് പാസ് ഇവിടെ ഓടും. അതിന് വേണ്ടിയിട്ട് ഫിനിഷിംഗ് പാസ് 0.5 എന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട് പാസ്, അതാണ് ലാസ്റ്റത്തെ പാസ്സായിട്ട് ഇവിടെ കാണിക്കുക. ഞാനിവിടെ അത് ഒരു 0.1 കൊടുക്കുകയാണ്. ഇത് കൊടുത്താലും ഇത് ഫിനിഷിംഗ് പാസ് അല്ല, ഓൾറെഡി നമ്മളവിടെ കട്ട് പാരാമീറ്ററിൽ സ്റ്റോക്കിൽ വാൾ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഒറ്റ പാസിൽ ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മളിതൊന്നും കൊടുക്കണം. നമ്മളിവിടെ ഇതെല്ലാം 0 ചെയ്ത് ഇട്ട് കൊടുത്തേക്കാം, 0 മതി. ഇതിൽ നമുക്ക് ഫിനിഷിംഗ് വേണമെങ്കിൽ ഇവിടെ ഫിനിഷിംഗ് പാസിനുള്ള ഈ ഒരു ടൂൾ കൊണ്ട് തന്നെ ഫിനിഷിംഗ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം ഇവിടെ നമുക്ക് 0.1 ഫിനിഷിംഗ് സ്റ്റോക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെപ്ത്ത് നമുക്കറിയാം, ഇത് ഒരു ഫുൾ ഡെപ്ത്ത് ഇറങ്ങിയിട്ട് നമ്മൾ അടിക്കുള്ളൂ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇറങ്ങേണ്ട ഡെപ്ത്ത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കും. ഞാനിവിടെ 1 mm ഡെപ്ത്ത് സ്ലാങ് ആയിട്ടൊരു 3 mm ആംഗിളിൽ 1 mm ഡെപ്ത്ത് ഇറങ്ങിയിട്ട് സൈഡ് വെച്ചിട്ട് മില്ല് ചെയ്യുകയാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനോട് ഞാനിവിടെ 1 mm കൊടുത്തു. ബ്രേക്ക് ത്രൂ ലിങ്കിങ് പാരാമീറ്ററിലേക്ക് വരാം. ലിങ്കിങ് പാരാമീറ്ററിൽ നമ്മൾ ക്ലിയറൻസ് ഹൈറ്റ് കൊടുക്കുക, റിട്രാക്ട് ഹൈറ്റ് ഇൻക്രിമെൻ്റലി നമുക്ക് കൊടുത്താൽ മതി. ഇതൊരു 5 mm ഇൻക്രിമെൻ്റലി കൊടുക്കുകയാണ്. ഫീഡ് പ്ലെയിനും ഒരു 1 mm നിന്ന് ഫീഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ടോട്ടൽ ഡെപ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പോയി പിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിക്ക് ചെയ്ത് നമുക്കിവിടെ 3D ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡെപ്ത്ത് കിട്ടും, അത് കൊടുക്കുക, ടിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കൂളൻ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് നമുക്കിവിടെ കൂളൻ്റ് കൂടെ ഓൺ ചെയ്താൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് വരും. പ്ലെയിൻ എല്ലാം എപ്പോഴും ടോപ്പ് വ്യൂവിലായിരിക്കണം. സപ്പോസ് അത് പ്ലെയിൻ സെലക്ഷൻ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ വരച്ചിരിക്കുന്ന പ്ലെയിൻ തിരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇട്ട് നമുക്ക് ചേഞ്ച് ചെയ്തതെല്ലാം ടോപ്പ് വ്യൂവിലേക്ക് ആക്കാൻ സാധിക്കും. ഇത്രയും കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പാരാമീറ്റർ സൈഡ് കഴിഞ്ഞു, ടിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ ലൈൻസ് ഉണ്ട്, കണ്ടോ? ഈ ബ്ലൂ ലൈൻസിൽ ഇത് ഓരോ ഡെപ്ത് ബൈ ഡെപ്ത് ആയിട്ടാണ് കാണിക്കുന്നതാണ്. 1 mm ഓരോ ഡെപ്താണ്. അപ്പോൾ ഇത് ഇറങ്ങുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഈ വരുന്ന മഞ്ഞ ലൈൻ നേരെ വന്ന് ഇവിടെ ജസ്റ്റ് സർഫസിൽ നിൽക്കും, അവിടെ നിന്ന് ചെരിഞ്ഞ് നമ്മൾ പറയുന്ന ഡെപ്തിലേക്ക് എത്തും. എന്നിട്ടാണ് അവിടെ നിന്ന് മില്ല് ചെയ്ത് പോകുന്നത്. നമുക്ക് അതിൻ്റെ സിമുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിമുലേഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം. ഞാൻ എൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ചിടാം. ഒന്ന് പതുക്കെ ചെരിഞ്ഞായിരിക്കും നമ്മൾ പറഞ്ഞ 1 mm ഡെപ്ത് ഇറങ്ങുക. എന്നിട്ട് സൈഡ് വാൾ വെച്ചിട്ട് മില്ല് ചെയ്ത് കളയും. ഓക്കെ,
അപ്പോൾ ഇതുപോലെ ഈ സ്റ്റെപ്പ് ഓവർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് അത്യാവശ്യമാണ്. നമ്മളിതിപ്പോൾ ഈ കയറി പോയിരിക്കുന്ന ഇത് സ്റ്റെപ്പ് ഓവറാണ്. ഇവിടെ വരെ വന്നതിന് ശേഷം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറിയിരിക്കുന്നത് ഏതാണോ അതതിൻ്റെ സ്റ്റെപ്പ് ഓവർ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് ഓവർ വേണമെന്നുണ്ടെങ്കിൽ കട്ടറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മളിവിടെ ടൂൾ പാത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ റഫിങ്ങിൻ്റെ അതിനകത്ത് അതായത് കട്ട് പാരാമീറ്ററിൽ റഫിങ് ഫിനിഷിംഗ് എന്നും പറഞ്ഞുള്ളത് അതിൽ സ്റ്റെപ്പ് ഓവർ ഇപ്പം 50% കൊടുത്തിരിക്കുന്നത്. നമുക്ക് 50% വേണ്ട, നമ്മളതൊരു കട്ടർ ഒരു 40% അല്ലെങ്കിൽ ഒരു 25% കയറിയാൽ മതി. നമ്മളത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ 1.5 mm ഡിസ്റ്റൻസ് ആയിരിക്കും ഇത് കയറുന്നത്. നമ്മളെടുത്തിരിക്കുന്ന കട്ടറിൻ്റെ 1.5 mm. അപ്പോൾ നമുക്കിവിടെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് ഒന്നുകൂടി നോക്കാം അതിൻ്റെ ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് ആണ് അകത്തോട്ട് കയറി. നേരത്തെ കയറിയതിലും കുറച്ചുകൂടെ കുറവാണ്. അപ്പം കട്ടറിൻ്റെ കപ്പാസിറ്റിയും കൊടുക്കുന്ന ഡെപ്ത് അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ഓവർ, അതായത് താഴേക്കുള്ളത് ഇറങ്ങുന്ന ഡെപ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റെപ്പ് ഓവർ കൂട്ടി വേണോ കുറച്ച് വേണോ നമ്മൾ കൊടുക്കാനായിട്ട്. ഡെപ്ത് കൂടിയാൽ സ്റ്റെപ്പ് ഓവർ കുറയണം എന്നാണ് നമ്മളൊരു ബേസിക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരിക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്ലോട്ട് മില്ല് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മാസ്റ്റർ ക്യാം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് മാസ്റ്റർ ക്യാമിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടതെന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.